ലോൺ എടുത്ത പണം തിരിച്ചു ചോദിച്ചതിനെ തുടർന്നുള്ള വൈരാഗ്യത്തിൽ ബന്ധുക്കളെ വീടിനുള്ളിലാക്കി തീയിട്ടു. ബംഗളൂരുവിലെ വിവേക് നഗറിലാണ് ഞെട്ടിക്കുന്ന ഈ സംഭവം. 7-8 വർഷമായി നീണ്ടുനിന്ന പകയാണ് പ്രതിയെ കൃത്യത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം. ജൂലൈ 1 പുലർച്ചെ 5:21. സ്ഥലം ബംഗളൂരുവിലെ വിവേക് നഗർ. എല്ലാവരും ഉറങ്ങിക്കിടന്ന സമയം നോക്കി പ്രതിയായ സുബ്രമണി ബന്ധുവീടിന്റെ ഗേറ്റ് തുറന്ന് വീടിന്റെ ചുറ്റുവളപ്പിനുള്ളിൽ പ്രവേശിച്ചു. ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ കുറ്റബോധം തെല്ലുമില്ലാതെ സുബ്രമണി കയ്യിൽ കൊണ്ടുവന്ന പെട്രോൾ കുപ്പിയുടെ അടപ്പ് തുറന്നു. അപ്പോഴും അയാളുടെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവുമില്ലായിരുന്നു. തീരുമാനിച്ചുറപ്പിച്ച പ്രകാരം കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ അയാൾ വീടിന്റെ മുൻവശത്തെ വാതിലിലും എല്ലാ ബെഡ്റൂമുകളുടെയും ജനലിലും പുറത്തുനിന്ന് വീശിയൊഴിച്ചു. പിന്നെ പോക്കറ്റിൽ നിന്ന് തീപ്പെട്ടിയെടുത്തുരച്ച് വീട്ടിലേക്കിട്ടു. സതീഷ്, അമ്മ വെങ്കടരമണി എന്നിവരാണ് നിലവിൽ സംഭവം നടന്ന വിവേക് നഗറിലെ വീട്ടിൽ താമസിക്കുന്നത്. ഒപ്പം വെങ്കടരമണിയുടെ സഹോദരങ്ങളായ മോഹൻദാസ്, വിജയ് കുമാർ, രവികുമാർ എന്നിവരും. എട്ടു വർഷങ്ങൾക്ക് മുൻപ് സതീഷിന്റെ സഹോദരന്റെ മകൾ പാർവതി 5 ലക്ഷം രൂപ സതീഷിന്റെ അമ്മ വെങ്കടരമണിയുടെ പേരിൽ ലോൺ എടുത്തിരുന്നു. പാർവതിയുടെ മകൾ മഹാലക്ഷ്മിയുടെ വിവാഹാവശ്യത്തിനു വേണ്ടിയായിരുന്നു ലോൺ തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെടുമ്പോഴെല്ലാം പാർവതിയും മകൾ മഹാലക്ഷ്മിയും വെങ്കടരമണിയോട് ദേഷ്യപ്പെട്ടു. പണത്തിന്റെ കാര്യം പറഞ്ഞ് അമ്മയോട് വിളിക്കരുതെന്നും സതീഷിനെ വിളിച്ച് പാർവതി താക്കീത് ചെയ്തു. പിന്നാലെ സതീഷും വെങ്കടരമണിയുടെ സഹോദരങ്ങളും ചേർന്ന് പാർവതിയുടെ വീട്ടിൽ അനുനയ ചർച്ചയ്ക്കായി പോയിരുന്നെങ്കിലും പാർവതിയും മകളും ചർച്ചയ്ക്ക് നിന്നുകൊടുത്തില്ല. പിന്നാലെയാണ് മറ്റൊരു ബന്ധുവായ സുബ്രമണി സതീഷിന്റെ വീടിന് തീയിടുകയും കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതും. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.